എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ട്രാവലർ, ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്ന ട്രാവലറിൻ്റെ പെയിൻറ്റിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ്, ഈ ഒരു ബ്ലാക്ക് ഗ്ലാസ് എങ്ങനെയാണ് ഉണ്ടാക്കുക. കൂളിംഗ് ഫിലിം അല്ല ഇത്, ഫസ്റ്റ് തന്നെ പറയുക. കൂളിംഗ് ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തികേടായിരിക്കും, ബബിൾസൊക്കെ വന്നിട്ട്. അപ്പോൾ അതല്ല, കൂളിംഗ് ഫിലിം അല്ലാണ്ട് നമുക്ക് ഈ ഒരു 5 രൂപ ചിലവിൽ നമുക്ക് ഈ ഒരു സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രാവലർ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്കാവും. ഈ പകലായതുകൊണ്ട് കാണാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്ലാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഗ്ലാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സാധാരണ നമ്മൾ OHP ഷീറ്റാണ്. അതായത് ഇത്ര തിക്നെസ്, ഇത് അത്ര തിക്നെസ് കുറവല്ല, അത്യാവശ്യം തിക്നെസ് ഉണ്ട്. നേരെ ടൈപ്പ്, അതായത് തിക്നെസ് തീരെ കുറവുള്ള ടൈപ്പ് OHP ഷീറ്റും ഫാൻസി കടകളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉള്ള OHP ഷീറ്റാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാം വേണ്ടി ചെയ്യുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 2-3 ഷീറ്റ് ഉണ്ട്. ഇതിന് 5 രൂപ വരുന്നുള്ളൂ. ഒരു A4 സൈസ് ഈ ഒരു ഷീറ്റിന് 5 രൂപ ഒരെണ്ണത്തിന്, A4 സൈസ്. അപ്പോൾ ഒരു വണ്ടിക്ക് ഇതൊന്നും മതിയാവും. ബസ്സിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 വേണ്ടി വരും. ഇപ്പോൾ ട്രാവലറിന് ഇത് ഒരെണ്ണം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഒരെണ്ണം എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ഒരു പേപ്പറാണ്. മറ്റേ നമ്മൾ സാധാരണ ഗ്ലാസ് ഷീറ്റ് കാണിക്കുന്ന പോലെ ഒരു ഇങ്ങനെ പൊളിച്ചെടുക്കാൻ, അതായത് പീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പല്ല. ഇത് ജസ്റ്റ് ഒരു അടിയിലൊരു പേപ്പർ പോലെ, സ്ക്രാച്ച് ഇങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേപ്പർ മാത്രമാണ്. നമ്മൾ പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആ സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ നിലത്തെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്ക്രാച്ച് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം, ഒരു പേപ്പർ പോലെ, കട്ടില്ലാത്ത പേപ്പർ. അപ്പോൾ അങ്ങനെയാണ് ഇത് കിട്ടുക. നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഈ ഒരു ട്രാവലറിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ഷീറ്റ്, ഒരു A4 സൈസ് ഷീറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ പണിയാവും. എന്ന് വെച്ചാൽ ബ്രഷ് കൊണ്ട് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് അടിച്ചാൽ ബ്രഷിൻ്റെ കല കാണും. ഇനി കല കാണാണ്ട് അടിക്കാൻ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അത് മതി. എനിക്കിപ്പം വലിയ ബ്രഷെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കാം. ചെറിയ ബ്രഷ് കൊണ്ട് നമ്മൾ ഒരു ലെയർ ഒരു സ്ഥലത്ത് അടിച്ച് അടുത്ത സ്ഥലത്ത് അടിക്കുമ്പോൾ അത് വെലിഞ്ഞ് ഇങ്ങനെ ഒരു വര പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഇതിന് ഒരു കുറച്ച് സ്പ്രേ പെയിൻറ്റ് വേണ്ട. ഈ ഒരു ബോട്ടിൽ വാങ്ങി നമുക്ക് വേറെയും ടയറിനടിക്കാം, ചേസിനടിക്കാം, വേറെ വണ്ടിക്ക് എത്രയോ വണ്ടിക്ക് വേണമെങ്കിൽ ഈ ഒരു ബോട്ടിൽ തന്നെ അടിക്കാം. അതുകൊണ്ട് ഇതിന് 120 രൂപക്കാണ് എനിക്ക് കിട്ടിയത്. സാധാരണ സ്പ്രേ പെയിൻറ്റ് 140-150 കിട്ടൽ. ഇതെനിക്ക് ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ടൗൺ ഏരിയയിൽ നിന്നായതുകൊണ്ട് 120 കിട്ടീന്. നോർമലി 150-140 ആ റേഞ്ചാണ് സ്പ്രേ പെയിൻറ്റിൻ്റെ പൈസ. ഇത് 120 കിട്ടീന് ബ്ലാക്ക്. അത് കളറിൻ്റെ വ്യത്യാസമല്ല, അതെന്തോ ആ ഷോപ്പിൻ്റെ ഒരു വ്യത്യാസം അങ്ങനെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് അടിക്കാം. ആ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ അടിഭാഗത്തേക്ക് സ്പ്രേ പെയിൻറ്റ് പോരാന്നുള്ളൊരു പ്രതീക്ഷ. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്കൊരു പരീക്ഷയാണ്. ഈ ഒരു ട്രാവലർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അത് പെയിൻ്റ് അടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇതെല്ലാം ഒരേ ദിവസം തന്നെ ഷൂട്ട് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രാവലർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ആ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അടിയിലേക്ക് ആവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലതാണ് അടിക്കാം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടൊരു ടെൻഷനുണ്ട്. കാരണം ഇത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം മൊത്തം ഇതാവും. നോക്കാം എന്തായാലും. നല്ല തന്നെ അടിച്ചു നോക്കാം, അധികം കട്ടിയാക്കാണ്ട്. തംബ്നെയിലിൽ ഞാൻ ജസ്റ്റ് 5 രൂപ എന്ന് ഇട്ടിട്ടുള്ളൂ. അത് ഈ ഒരു ഷീറ്റിൻ്റെ പൈസ ഞാൻ ഇട്ടത്, പെയിൻറ്റിൻ്റെ പൈസ ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഈ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് പൈസയാവും. ആ പൈസ നമുക്ക് കൂളിംഗ് ഫിലിം എല്ലാം മേടിക്കാം. പക്ഷേ എങ്കിൽ ഈ ഒരു പെയിൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് യൂസിന് നമുക്കിത് എടുക്കാം. ഈ ഒരു യൂസിന് മാത്രമല്ല, ടയറിനടിക്കാം, ചേസിനടിക്കാം, അതുപോലെ 2-3 വണ്ടിക്ക് അടിക്കാം. ഇത് എത്രയേ വേണ്ടി വരും, കുറച്ചേ വേണ്ടി വരും. ബാക്കി ഒരുപാട് സാധനം ഇതിൽ ബാക്കിയുണ്ടാവും. ഒരു പെയിൻറ്റിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 എനിക്കിത് കിട്ടിയത്. ഇതിനിപ്പോൾ ഒരു 20 രൂപേൻ്റെ പെയിൻറ്റൊക്കെ ഇതിന് ചിലവാകും. ബാക്കി നമുക്ക് ബോട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് വേറെയും ഒരുപാട് വണ്ടികളിൽ അടിക്കാൻ എടുക്കാം. അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം എത്തും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ പൈസ തമ്മിൽ കൂട്ടാണ്ട് ജസ്റ്റ് 5 രൂപ എന്ന് മാത്രം ഇട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇവനെന്തെന്ന് പൊട്ടനാണോ എന്ന് വിചാരിക്കണ്ട, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് നല്ല രീതിക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. മേറ്റായാലും ഗ്ലോസി ആയാലും പ്രശ്നമില്ല. അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഗ്ലോസി ആയിരിക്കും, മേറ്റായാലും ഗ്ലോസി ആയിരിക്കും. ഇത് ഗ്ലോസി ആണെന്നുണ്ടെങ്കിലും ഗ്ലോസി തന്നെ ആയിരിക്കും. ഗ്ലോസി തന്നെ വാങ്ങിയത് നല്ലത്. അതാണെങ്കിൽ നമുക്കിപ്പോൾ
ചില വണ്ടിക്ക് ബോഡി തന്നെ ബ്ലാക്ക് വരുന്ന പാർട്സെല്ലാം ഉണ്ടാവില്ലേ, അതായത് ഇപ്പോൾ ടോപ്പ് ബ്ലാക്ക് അടിച്ച ബസ്സൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് തന്നെ നല്ലതാണ്. അപ്പോൾ അതും നമുക്ക് അടിക്കാം. അപ്പോൾ ഇതാ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ഉണങ്ങി സെറ്റാകട്ടെ. നമ്മൾ വണ്ടി ഇവിടെ പെയിൻറ്റ് അടിച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് വീഡിയോയും ഇതെല്ലാം ഒരു ദിവസം തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ഒറ്റ വീഡിയോയിൽ ലെങ്ത്ത് അധികമാകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 വീഡിയോ ആക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് ഇതാ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഡ്രൈ ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ട്രാവലറിന് ഒരെണ്ണം മതി എന്നാണ് പ്രതീക്ഷ ഏകദേശം നോക്കുമ്പോൾ. അതെല്ലാം സാധനം കയ്യിലുണ്ട്. ഇനി അഥവാ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ എടുത്തിട്ട് പെയിൻറ്റ് അടിക്കും. വെറുതെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ അഥവാ ക്ലിയർ ഷീറ്റിൻ്റെ ഉപയോഗം ഉള്ള സ്ഥലത്ത് പിന്നെ ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ബ്ലാക്ക് ഞാൻ അടിക്കുന്നില്ല, നോക്കിയിട്ട് അടിക്കാം. അപ്പം പെയിൻറ്റിങ് അത്യാവശ്യം സൂപ്പറാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി അടിക്കും. ഇതിപ്പോൾ ഒറ്റ കോട്ട് അടിച്ചിട്ടുള്ളൂ. ബേസ് കോട്ട് അടക്കം, ബേസ് കോട്ട് ഈ ജോയിൻറ്റിന് മാത്രം ഒരിക്കൽ അടിച്ചു, എല്ലാ ജോയിൻറ്റിനും. പിന്നെ ഒരു കോട്ട് മൊത്തത്തിൽ അടിച്ചു. നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം ഉണങ്ങിയിട്ടൊന്ന് പകലൊന്ന് നോക്കട്ടെ. ഇപ്പോൾ രാത്രി നമുക്ക് അത്ര അങ്ങനെ തിരിയില്ല. പകൽ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി അടിക്കും. നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ഫിക്സ് ചെയ്യാം. ഗ്ലാസ് നമ്മൾ പെയിൻറ്റ് അടിച്ച ഒരു ഓച്ചിപ്പ് ഷീറ്റ് ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ് നമ്മൾ പുറത്തേക്കാക്കി വെക്കുക. ഇപ്പം കണ്ടോ, നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല ബ്ലാക്ക് കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഫീൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ. ഈ ഒരു സൈഡാണ് നമ്മൾ പുറത്തേക്ക് കാണുന്ന സ്ഥലത്ത് ഉണ്ടാകുക. ഈ ഒരു പേപ്പർ അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം പെയിൻറ്റ് അടിക്കുക. അല്ലെങ്കിൽ പെയിൻറ്റ് ഇപ്പുറത്തെ ഭാഗത്തായി കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റ് ഫിനിഷാണ് ഉണ്ടാവുക. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സൈഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത് കട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. നമ്മൾ സൈഡ് ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഉള്ളിൽ എങ്ങനെ ഫിക്സ് ആക്കുക, ഇൻറ്റീരിയർ ഇല്ലാത്ത മോഡലായതുകൊണ്ട് തന്നെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒട്ടിച്ച് കൊടുത്താൽ മതി, അത് പിന്നെ പ്രശ്നമാക്കണ്ട. അപ്പോൾ സൈഡ് ഗ്ലാസ് ഇതാ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ്സും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഗ്ലാസ്സാണ് ചെയ്യാനുള്ളത്. ബാക്കി സൈഡും ബാക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഉള്ളിൽ ഫെവി ബോണ്ട് എന്നുള്ള ഗ്ലൂവിനെ കൊണ്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ആ ഗ്ലൂ കാണിക്കാൻ വിട്ടുപോയി. ഇപ്പോൾ നല്ലൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ടിലും കൂടി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്ലാസിൻ്റെ പരിപാടി. അപ്പോൾ ഗ്ലാസ് ഉണ്ടാക്കുന്ന ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നായിരിക്കും. എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഒരു നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗ്ലാസ്. കയ്യിലെടുത്ത് കാണിച്ചു തരാം, സൂം ഔട്ട് ചെയ്യട്ടെ. നല്ല ഒറിജിനൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഒരു ബബിൾസൊക്കെ പിന്നെ പൊന്തി എയറൊക്കെ കയറി ആ ഒരു വൃത്തികേടാവും. ഇപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. വണ്ടീൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. നാളെ മറ്റന്നാളായിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ.